പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവരുടെ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കുന്ന ദൈവത്തിനും എന്ന് പറയുന്നത്, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. നമ്മൾ ചില ദിവസങ്ങളായി കാത്തിരിപ്പിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ വായിക്കുമ്പോൾ യെശയ്യാ പുസ്തകം 49-ാം അധ്യായം 22-ാമത്തെ വാക്യം ചേർത്ത് വായിക്കുമ്പോൾ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ താങ്കളുടെ മാറിലണച്ചും പുത്രിമാരെ തോളിൽ എടുത്തും കൊണ്ടുവരും. തുടർന്നാണ് വായിച്ച വചനം. അല്ലെങ്കിൽ രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവർ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്റെ സാഷ്ടാംഗം വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയുമെന്ന ദൈവവചനം പറയുമ്പോൾ കാലാകാലങ്ങളായി പ്രവാചകനിലൂടെ ഈ ദൈവശബ്ദം നമ്മെ ഓർപ്പിക്കുമ്പോൾ ഈ വചനം എത്രയും യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്യന്തികമായ അനുഭവം, ദൈവത്തിന് ആത്യന്തികമായ ശക്തിയെ ജാതികൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ പ്രകാശമാക്കി വെക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം അറിയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം നമ്മെ അതിനുവേണ്ടി ഒരു ഉപകരണമാക്കി എടുക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് ജാതികൾ അറിയും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ മാനകുലത്തിന് ലഭിക്കാൻ പോകുന്ന സകല അനുഗ്രഹങ്ങളും രക്ഷയും കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയതുപോലെ യേശുക്രിസ്തുവിലൂടെ തന്റെ ജനമത പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും മറ്റുള്ളവർക്ക് പ്രകാശമായി മാറുമ്പോൾ, ഹല്ലേലൂയ, അത് കണ്ടിട്ട് രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം കടന്നു വന്ന് ഹല്ലേലൂയ സ്തോത്രം യഥാർത്ഥ ദൈവമാരെന്നവർ തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്ന് നീ അറിയുന്നു എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരാണ്. നാം പല ആവശ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്, ആഗ്രഹത്തോടെ നോക്കിയിരിക്കുന്നവരാണ്, പലതിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പലതിനും നാം പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് ലഭിച്ച ജീവിതം പലതിനു വേണ്ടി പലരും നമ്മൾ ആശ്രയിച്ച് കാത്തിരുന്നു. പക്ഷേ അതിനൊന്നും മറുപടി ഇല്ലാതെ വന്നപ്പോൾ, ആ കാത്തിരിപ്പിനൊന്നും പ്രയോജനമില്ലാതെ വന്നപ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്ന ആത്മീയ അനുഭവത്തിലൂടെ, ആത്മീയ പ്രകാശത്തിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് തല ഉയർത്തി നിൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയം ഏതാണ്? നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന, നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തെ തകർത്ത് കളയുന്ന, തലമുറയ്ക്കെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ, ഹല്ലേലൂയ, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്തോത്രം നിങ്ങൾ ദൈവവചനത്തിലേക്ക് വന്ന് വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട്, ഹല്ലേലൂയ, സകല ജനത്തിന്റെയും രക്ഷയ്ക്ക് കാരണമായി തീർന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ കാത്തുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് നീ കാത്തിരിക്കുന്നതെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങളും കർത്താവ് പരിഹരിച്ചു നൽകും. ചെയ്യും വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം പറഞ്ഞാൽ, ഹല്ലേലൂയ, അത് നീ കാത്തിരിക്കുന്നവൻ ജീവനുള്ള ദൈവമാണ്.
അല്ലേ? നീ കാത്തിരിക്കുന്നവൻ ജീവനുള്ള ദൈവമാണെന്ന് നിനക്ക് ബോധ്യം വരണം. അല്ലേ? നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ, നിന്റെ സകല പ്രതിസന്ധികളിൽ മാറ്റുവാൻ, നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഠിനമായ യാതനകളുടെ നടുവിൽ നിന്റെ ജീവിതത്തിൽ ഇരുളഞ്ഞ നിമിഷങ്ങളെ നീക്കി അല്ലേലൂയ പ്രകാശം തരുവാൻ കഴിയുന്ന ഒരു നല്ല യേശു കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു, നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ള ബോധ്യമാണ് ആമേൻ അല്ലേലൂയ നീ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പോലെ നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റി തരും. അല്ലേലൂയ. ദൈവമക്കൾക്ക്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്, ക്രൈസ്തവ സമൂഹത്തിന് ദൈവം ഒരുപാട് വാഗ്ദത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം തൊട്ട് നാം വായിച്ചു വരുമ്പോൾ, വെളിപ്പാട് വരെ വായിക്കുമ്പോൾ കർത്താവിന്റെ എണ്ണിയാൽ തീരാത്ത വാഗ്ദത്തങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ സകല വാഗ്ദത്തങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് നിറവേറി തരുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്നോടുള്ള വാഗ്ദത്തം വലുതാണ്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നോടുള്ള വാഗ്ദത്തം വലുതാണ്. അല്ലേലൂയ. ആ വാഗ്ദത്തം നിറവേറി തരുവാൻ യേശു വിശ്വസ്തനാ. രക്തം ചെയ്യാം വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. അല്ലേലൂയ. കാരണം അവന് കരുണയുള്ള ദൈവമാണ്. അല്ലേലൂയ. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. ഈ ലോക ചരിത്രം നാം പഠിക്കുമ്പോൾ അല്ലേലൂയ കരുണയുള്ള ദൈവം ഏത് എന്ന് ചോദിച്ചാൽ, കരുണയുള്ള ദൈവത്തെ നമുക്ക് കാണിക്കുവാൻ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലേലൂയ. ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം അല്ലേലൂയ തന്റെ ശുശ്രൂഷയുടെ നടുവിലെല്ലാം തന്റെ അരികിലേക്ക് എത്തിയവർക്കവരോടെല്ലാം കരുണ കാണിച്ച ദൈവമാണ്, മനസ്സറിഞ്ഞ ദൈവമാണ്. യേശുവിന്റെ അരികിൽ കടന്നു വന്നവരോടെല്ലാം യേശു കരുണയോടെ ഇടപെട്ട്, മനസ്സിലൂടെ ഇടപെട്ട് ദൈവം അവരോട് ദയ കാണിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മുടെ ദൈവം ആരാണ്? കരുണയുള്ള ദൈവമാണ്. അല്ലേ? നിങ്ങൾ എത്രമാത്രം വലിയ തെറ്റിൽ അകപ്പെട്ട വ്യക്തിയായിരുന്നാലും, എത്രമാത്രം കൊടും പാപിയായ മനുഷ്യനായിരുന്നാലും, ദൈവസന്നിധി നിങ്ങൾ അകന്നു പോയവനായിരുന്നാലും, നിങ്ങൾ അനുതാപത്തോടെ മടങ്ങി വരികയാണെങ്കിൽ, അല്ലേലൂയ പശ്ചാത്താപത്തോടെ മടങ്ങി വന്ന് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അല്ലേലൂയ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച്, അല്ലേലൂയ നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം, അല്ലേലൂയ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം, അല്ലേലൂയ ഒരപ്പൻ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം, അല്ലേലൂയ ആ ഒരു നല്ല യേശു നിനക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നെങ്കിൽ നിന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുകയില്ല. പലരും പലപ്പോഴും പറയാറുണ്ട്, ജീവിതം മുഴുവൻ പരാജയമാണ് പാസ്റ്ററെ, ജീവിതം മുഴുവൻ പരാജയമാണ്, എങ്ങനെ ഉയർച്ച പ്രാപിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും എന്നൊന്നും അറിയുന്നില്ല, ജീവിതത്തിൽ തൊടുന്നതെല്ലാം നഷ്ടമാണ്, എല്ലാ ഭാഗത്തും നിരാശയുടെ അനുഭവങ്ങളാ, എല്ലാം പ്രതികൂലമാണെന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ പറയുന്നവരോട് ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നിനക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എണ്ണിയാൽ തീരാത്തതുപോലെ കിടക്കുകയാണ്. അല്ലേലൂയ നീ പരാജിതനാണ്, നീ ഒറ്റപ്പെട്ടവനാണ്, ഒറ്റപ്പെട്ടവളാണ്, നീ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഹൃദയം കലങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ പറയുന്ന ശക്തമായ ദൂത്, അനവധി എണ്ണിയാൽ തീരാത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിനക്ക് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. നീ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങളെല്ലാം നിന്നെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർക്കാണ് അത്ഭുതം നടക്കുന്നത്. അല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറും. കാരണം അവൻ കരുണയുള്ള ദൈവമാണ്. അവന്റെ കരുണയും കൃപയും നിങ്ങൾക്കുള്ളതിനാൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. യേശുവിന്റെ കരുണയും കൃപയും അല്ലേലൂയ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിതനായി തീരുകയില്ലെന്ന് പ്രവാചകന്റെ വാക്കിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും, കാണുവാൻ കഴിയും. അല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ഒരു ഭാഗം കൂടെ ഏറ്റു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഈ എളിവൻ നിലവിളിച്ച് യഹോവ അത് കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളും യഹോവ അവനെ വിടുവിച്ചുവെന്ന് സങ്കീർത്തനം 34 വായിച്ചേക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ വചനത്തിലൂടെ പറയുന്നത്? നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കൊണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ.
അല്ലേ? നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് ദയ തോന്നുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലൂയ. നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ട് ജാതികൾക്കും നീ പ്രകാശം കൊടുക്കുവാൻ വേണ്ടി കർത്താവ് യേശുക്രിസ്തുവിലുള്ള ആത്മരക്ഷ നിന്റെ മേൽ പകർന്നാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുവാൻ ദൈവം നിന്നെ ഒരുക്കിയെടുക്കുമ്പോൾ രക്തം ജയം, നീ അതിനു വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ രക്തം ജയം. ഹല്ലേലൂയ. നിന്നിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ നിറവേറാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിനെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. എബ്രായ ലേഖനം ഹല്ലേലൂയ 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ, ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവൻ എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യത. ഞാൻ ആ വാക്യം വായിക്കാം. അല്ലെങ്കിൽ ഇബ്രാഹിം 6-ന്റെ 13, 14, 15 വാക്യങ്ങൾ. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാൻ ഇല്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു അല്ലേ എന്ന് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ അബ്രഹാമിലൂടെ അല്ലിയ മറ്റു തലമുറകൾക്കും ദൈവത്തിൽ വിശ്വസിക്കുന്ന അബ്രഹാമിന്റെ സന്തതികൾക്കും അഥവാ ദൈവമക്കൾക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ദൈവീയ വാഗ്ദത്തങ്ങൾ ആണയാൽ ഉറപ്പിക്കുന്നു അബ്രഹാമിനോട്. വിശ്വാസത്തിന്റെയും ദീർഘക്ഷമയുടെയും വാഗ്ദാനം അവകാശമാക്കിയ പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിക്കുവാൻ ഇവിടെ പൗലോസ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം ഇതിന്റെ ദൃഷ്ടാന്തമാണ്. അബ്രഹാമിനൊരു മകൻ ജനിക്കുമെന്നുള്ള വാഗ്ദാനം ദൈവം നൽകിയതിനു ശേഷം ദീർഘവർഷങ്ങൾ കഴിഞ്ഞാണ് ഇസ്ഹാക്ക് ജനിച്ചത്. ഹല്ലേലൂയ. അപ്പം വാഗ്ദാനം അവകാശമാക്കുന്നതിന് ദീർഘക്ഷമ ആവശ്യമാണെന്ന് തെളിയുക. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് 75-ാമത്തെ വയസ്സിലാണ്. പക്ഷെ ആ വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം നീണ്ട 25 വർഷം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ വേണ്ടി ദീർഘക്ഷമയോടെ നിങ്ങൾ അബ്രഹാമിനെ പോലെ കാത്തിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം പറഞ്ഞ വാഗ്ദത്തം തക്ക സമയത്ത് നിറവേറും. ഹല്ലേലൂയ. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താനത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ എന്ന് നമ്മൾ സദർശ വാക്ക് 25-ന്റെ 11 വായിക്കുന്ന പോലെ ദൈവം തന്റെ വാഗ്ദത്തം നിറവേറാൻ മറന്നു പോകുന്നവനല്ല. ദൈവം തന്റെ വാഗ്ദത്തം നിറവേറുവാൻ താമസിക്കുന്നവനല്ല. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ദീർഘക്ഷമയോടെ ഇരുന്നാൽ ഹല്ലേലൂയ, ദൈവം അത് നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുമ്പോൾ ഒരു ആണയാൽ അതിന് ഉറപ്പ് നൽകിയിരുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ സാധാരണ ആണയിടുന്നത് അല്ലെങ്കിൽ അവർ പറയുന്നതിന്റെ സത്യാവസ്ഥ ഉറപ്പിക്കുകയും അതിന്റെ ഗൗരവത്തെ കണക്കാക്കിയുമായിരിക്കും. ഹല്ലേലൂയ. എന്ന് ദൈവം ആണയിട്ടത് അല്ലെങ്കിൽ ആണയിട്ടു എന്ന് പറഞ്ഞാൽ മാനുഷികമായ രീതിയിൽ ഇടപെട്ടു എന്ന് അർത്ഥമാക്കിയാൽ മതി. ദൈവം അബ്രഹാമിന് ആണയിട്ട് ഉറപ്പിച്ചെന്ന് പറയുമ്പോൾ ഒരു സ്തോത്രം ഹല്ലേലൂയ, ആണയിട്ട് മാനുഷികമായ രീതിയിൽ അബ്രഹാമിന് ആണയിട്ട് ഉറപ്പിച്ചു. ഇത് തന്നെയാണ് ദൈവം നമ്മോടും പറയുന്നത്. ദൈവം നമ്മോട് ആണയിട്ട് ഈ അബ്രഹാമിനോട് ഈ വാഗ്ദത്തം ഉറപ്പിച്ചോടെ ദൈവം നമ്മോട് ആണയിട്ട് ചില വാഗ്ദത്തങ്ങളെ നൽകുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കാൻ തയ്യാറാകണം. അല്ലേ? പലർക്കും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ആ വാഗ്ദത്തം നിറവേറാൻ താമസം. അല്ലേ? ദൂതുകൾ ദൈവം നമ്മോട് പറയും, ആലോചന പറയും, വെളിപ്പാടുകളും ദർശനങ്ങളും ഒക്കെ തരും. ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മെ സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തും. അപ്പോൾ നമ്മളത് ആ സ്വപ്നത്തിലൂടെ ആയാലും വെളിപ്പാടിലൂടെ ആണെങ്കിലും ആ ദൂതുകളുടെ ആലോചന നമ്മളത് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അല്ലേ ദീർഘക്ഷമയോടെ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും കഴിയണം.
രക്തം ചെയ്യും. അല്ലെങ്കിൽ ദീർഘക്ഷമയോടെ അതിനുവേണ്ടി ഇത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. രക്തം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ തളർന്നിരുന്നാലും നിങ്ങളുടെ തളർച്ചയെ മാറ്റുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഞാനത് പറയാൻ കാരണം പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ജീവിതത്തിൽ ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സ് മടുക്കുന്ന സാഹചര്യത്തിലൂടെയൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനത്തിനു വേണ്ടി ഞാൻ ദീർഘക്ഷമയോടെ അബ്രഹാമിനെ പോലെ കാത്തിരിക്കാം എന്നുള്ള ആ ഉറപ്പെന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ, ഹല്ലേലൂയ, ഒരപ്പൻ മക്കളോട് കരുണ കാണിക്കുന്ന പോലെ ദൈവം നമ്മോട് കരുണ കാണിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കർത്താവിൽ വളരെ വിശ്വാസം വർദ്ധിക്കുക കഴിഞ്ഞു. ഈ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെന്ന് എബ്രായ ലേഖന കർത്താവ് നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നോഹ ഏകദേശം 120 സംവത്സരം ജലപ്രളയത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ എന്ന് നമ്മൾ വായിക്കുന്നത്. നോഹയുടെ ജീവിതകാലം ഓർത്തിക്ക് 120 വർഷം ജലപ്രളയത്തെ കുറിച്ച് പ്രസംഗിച്ചു. അതോടൊപ്പം പെട്ടകവും നിർമ്മിച്ചു. എന്നാൽ കാലതാമസം ഏർപ്പെടുത്തുന്നുവല്ലോ എന്ന് കരുതി തളർന്നു പോയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ തളർന്നു പോയത്. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ നിന്ന സാഹചര്യം നമ്മളാണെങ്കിൽ നമ്മൾ തളർന്നു പോകും. കർത്താവ് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടും വാഗ്ദത്തം ചെയ്തിട്ടും നിറവേറിയില്ലല്ലോ. ഞാൻ ഈ 120 വർഷം പ്രസംഗിക്കുകയാണല്ലോ. ഈ 120 വർഷം ഞാൻ പെട്ടകത്തിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുക. മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, മരുമക്കളെ നോക്കണം, കുടുംബം അന്വേഷിക്കണം, ഇതെല്ലാം ചെയ്യണം. അതിന്റെ കൂടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ജനനെ അംഗീകരിക്കാത്തതും ഒക്കെ നോഹയുടെ മനസ്സിലൂടെ കടന്നു വന്നാൽ നോഹ തളർന്നു പോയേനെ. പക്ഷേ നോഹ ആ സാഹചര്യത്തിലൊന്നും തളർന്നു പോയില്ല. ഹല്ലേലൂയ. തക്ക സമയത്ത് പെട്ടകത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ ദൈവം വഴി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ നോഹയുടെ പ്രസംഗത്തിന്റെ പൂർത്തീകരണത്തിന്റെ അവസാന നാളുകൾ, പെട്ടകത്തിന്റെ പണിയുടെ അവസാന നാളുകളിൽ, ഹല്ലേലൂയ, ദൈവം ഒരുക്കിയ സമയത്ത് തന്നെ, ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ പെട്ടകത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ നോഹയ്ക്ക് ദൈവം അവസരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ജലപ്രളയത്തിൽ നിന്നും അല്ലെങ്കിൽ കുടുംബത്തോടെ അവർ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അതുപോലെ പാലും തേനും ഒഴുകുന്ന കനാനെ അവകാശമാക്കുവാൻ ഇസ്രായേൽ ജനങ്ങൾ 40 സംവത്സരം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ബന്ധപ്പെട്ടവരെല്ലാം നശിച്ചുപോയി. എന്നാൽ യോശുവയും കാലേബും ക്ഷമയോടെ കാത്തിരുന്നതിനാൽ പാലും തേനും ഒഴുകുന്ന കനാനെ അവർക്ക് അവകാശമാക്കി. 2 ഭാഗം നമ്മൾ ചിന്തിക്കണം. ഒന്ന്, നോഹ ക്ഷമയോടെ കാത്തിരുന്ന ദൈവവചനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. ക്ഷമയോടെ കാത്തിരുന്ന മെസ്സേജുകൾ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷമയോടെ കാത്തിരുന്ന് പെട്ടകം പണിയുന്നു. അതിനിടയ്ക്ക് നോഹയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ മല്ലന്മാരായിരുന്നവർ അന്നുകൊണ്ട്. നോഹ പ്രസംഗിക്കുമ്പോൾ നോഹയെ കളിയാക്കിയവർ കാണും, പരിഹസിച്ചവർ കാണും, നിന്ദിച്ചവർ കാണും. ഇവന് ഭ്രാന്താണെന്നൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ജനം പറഞ്ഞു കാണും. പക്ഷേ അങ്ങനെയുള്ള കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും കേൾക്കുമ്പോഴും സ്തോത്രം, നോഹ തന്റെ പെട്ടകം പണിയുന്നതിനകത്തും താൻ സുവിശേഷം പ്രസംഗിക്കുന്നതിനകത്തും നോഹ ഉറപ്പോടെ തിന്ന്. കാരണം പെട്ടകം പണിയുക എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനമായിരുന്നു. ഹല്ലേലൂയ. പ്രസംഗിക്കുക എന്നുള്ളതും ദൈവത്തിന്റെ നിയോഗമായിരുന്നു. അതിന് രണ്ടിനു വേണ്ടി ആ ഭക്തൻ കാത്തിരുന്നുകൊണ്ട് അതിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ നോഹയുടെ ഭാര്യയും മക്കൾ 3 പേരും മരുമക്കളും അങ്ങനെ എല്ലാ പക്ഷിമൃഗജാതി ഇഴജാതികളും ഈരണ്ട് ചൂടി ഈ ദൈവം പെട്ടകത്തിനകത്ത് അവർക്ക് പ്രവേശിപ്പാൻ അവസരം കൊടുത്തു. എല്ലാം പെട്ടകത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു, ഭൂമിയുടെ ഉറവുകൾ തുറന്നു. 40 രാവും പകലും മഴ പെയ്യാമെ തോരാതെ എല്ലാവരെയും പെയ്തു. ഹല്ലേലൂയ. കാരണം വാഗ്ദത്തമുള്ളവൻ പെട്ടകത്തിനകത്ത് സുരക്ഷിതനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വാഗ്ദത്തമുണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഹല്ലേലൂയ നീ ഭയപ്പെട്ടു പോകണ്ട. വാഗ്ദത്തമുള്ള നിന്നെ പെട്ടകത്തിൽ സൂക്ഷിക്കുവാൻ നോഹയെ സൂക്ഷിച്ചതുപോലെ നിന്നെ സൂക്ഷിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്.
അല്ലേ? നോഹയുടെ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഒന്നും ശേഷിക്കാതെ സകലതും ജലപ്രളയത്താൽ നശിച്ചപ്പോഴും, അല്ലേ, വെള്ളത്താൽ മൂടപ്പെട്ടപ്പോഴും അന്ന് നോഹയെ അപമാനിച്ചവരും കളികാസ്യരും പുച്ഛിച്ചവരും നിന്ദിച്ചവരും നോഹയുടെ പ്രസംഗം കേട്ട് ആമെ കൂകി വിളിച്ചവരൊക്കെ അല്ലേ പ്രളയത്തിൽ നശിച്ചപ്പോൾ, അല്ലേ, വാഗ്ദത്തമുള്ള നോഹയും കുടുംബവും പെട്ടകത്തിൽ ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ മേലുള്ള വാഗ്ദത്തം നീ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് നേരെ കടന്നു വരുന്ന എല്ലാ പരിഹാസങ്ങളെയും നിന്ദകളെയും എതിർപ്പുകളെയും നടുവിൽ നീ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ മധ്യേ, പരിഹസിച്ചവരുടെ മധ്യേ ദൈവം നിന്നെ മാനിക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയുമെന്ന് നോഹയും തന്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു വിശ്വസിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നീ കർത്താവിനെ ആശ്രയിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകില്ല സഹോദര. നീ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല സഹോദരി. നിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഭാരപ്പെടുന്നത് എന്താണ്? ഏത് വിഷയത്തെ ഓർത്താണ് നിങ്ങൾ കണ്ണുനീർ തൂകുന്നതെന്നൊക്കെ കർത്താവ് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ മുഴുവനായി അറിയുന്നവൻ യേശുവാ. രക്തം ചെയ്യും. നിങ്ങളെ മുഴുവനായി അറിയുന്നവർ, നിങ്ങളെ മുഴുവനായി, നിങ്ങളുടെ കുടുംബത്തെ മുഴുവനായി, നിങ്ങളുടെ മക്കളെ കുറിച്ച് മുഴുവനായി, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് മുഴുവനായിട്ട് അറിയുന്നവൻ യേശുവാ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നീ തളർന്നു പോകരുത്. നിങ്ങളുടെ ജനനത്തിക്ക് തന്നെ ദൈവം നിങ്ങൾക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം നമുക്കറിയാം, കണ്ണുനീരിന്റെ പ്രവാചകനായിരുന്ന ഇരമ്യാവിനെ കുറിച്ച് നമുക്കറിയാം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ തന്നെ ജാതികൾക്ക് പ്രവാചകനായി ദൈവം ഇരമ്യാവിനെ, ഹല്ലേലൂയ, നിയമിച്ചിരുന്നു. ജാതികൾക്ക് പ്രവാചകനായി ദൈവം അവനെ ഒരുക്കി വേർതിരിച്ചു. എന്നാൽ ഇരമ്യാവിന്റെ ജനനത്തിന് ശേഷം ഇരമ്യാവിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറി എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിന്റെ ജനനത്തിന് മുമ്പേ ദൈവം നിന്നോട് വാഗ്ദത്തം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ജനനത്തിന് മുമ്പേ നീ ആരായിരിക്കണമെന്നും, എവിടെയായിരിക്കണമെന്നും, എങ്ങനെയായിരിക്കണമെന്നും, എന്തായിരിക്കണമെന്നും, നീ എവിടെ ജനിക്കണമെന്നും, എങ്ങനെ ജീവിക്കണമെന്നും, എങ്ങനെ പാർക്കണമെന്നും, നീ നിന്റെ ജീവിതത്തിൽ നിന്റെ ജോലി എന്താണെന്നെല്ലാം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ അതിനു വേണ്ടി, ആ വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നാൽ, ഹല്ലേലൂയ, ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കും, ലജ്ജിച്ചു പോകുകയില്ല എന്നും നിങ്ങളും അറിയും. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. അനവധി വാഗ്ദത്തങ്ങൾ നിറവേറിക്കഴിഞ്ഞു. ഇനിയും അനവധി വാഗ്ദത്തങ്ങൾ നിറവേറുവാനുണ്ട്. എന്നോട് നിങ്ങളുള്ള ബന്ധത്തിൽ നമുക്കും ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ആ വാഗ്ദാനങ്ങൾ നമ്മുടെ മേൽ നിറവേറത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, മശിഹായി വരാൻ പോകുന്നവനെ കർത്താവ് ഏദൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തുവെങ്കിലും, ഹല്ലേലൂയ, അവനെ സ്വീകരിക്കുവാനായി 4000 സംവത്സരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് വാഗ്ദത്തം ചെയ്തിട്ട് നീണ്ട 4000 വർഷമാണ് ആ വാഗ്ദത്തം നിറവേറാൻ വേണ്ടിയിരുന്നത്. നമുക്കറിയ ഉൽപ്പത്തി പുസ്തകം, അല്ലെങ്കിൽ 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ നിനക്കും, അല്ലെങ്കിൽ സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് ഒരു വാഗ്ദത്തം. ഹല്ലേലൂയ. മശിഹായെ കുറിച്ച്, കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തമായി ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സ്ത്രീയുടെ സന്തതി ക്രിസ്തു. അപ്പൊ സ്ത്രീയുടെ സന്തതിയായ ക്രിസ്തു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവചനമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3:15 കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, എന്നാൽ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. അവൻ പുരുഷന്റെ സന്തതിയല്ല, സ്ത്രീയുടെ സന്തതി മാത്രമാണ്. സ്ത്രീയുടെ സന്തതിക്കും സാത്താനും തമ്മിൽ ശത്രുതയുള്ള കാര്യം ഇവിടെ ദൈവം സൂചിപ്പിക്കുക.
അവൻ നിന്റെ തല തകർക്കും എന്ന് പറയുന്നത് കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവ് സാത്താന്റെ ശക്തിയെ തകർത്തുയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കാര്യം പറയുന്നത്. അപ്പൊ യേശു ആരുടെ സന്തതിയ? സ്ത്രീയുടെ സന്തതിയ. പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചവനല്ല. അല്ലേല് സ്ത്രീയുടെ സന്തതിയാണെന്ന് ഉൽപ്പത്തി പുസ്തകം അല്ലേലിയ സ്തോത്രം 3:15 നമുക്ക് വെളിപ്പെടുത്തുക. അപ്പൊ എന്ന് പറഞ്ഞാൽ 4000 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലേലിയ മസിഹായ കർത്താവിനെ വാഗ്ദത്തം ചെയ്ത വാഗ്ദാനം നിറവേറിയത്. അപ്പൊ യേശു പുരുഷന്റെ സന്തതി അല്ല എന്ന് അത് മത്തായിയുടെ സുവിശേഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലേലിയ യേശു സ്ത്രീയുടെ സന്തതിയാണെന്നും പുരുഷന്റെ സന്തതി അല്ലെന്ന് അവിടെ വെളിപ്പെടുത്തും. അവിടെ ഇങ്ങനെ കാണുന്നു, മത്തായി സുവിശേഷം 1-ാം അധ്യായം അല്ലേലിയ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു ആദിജാതനായ മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ആ മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പം ഈ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം മറിയ ഗർഭിണിയായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മറിയെ ഉപേക്ഷിക്കുവാൻ യോസേപ്പ് ഗൂഢമായി തീരുമാനിച്ചെങ്കിലും യോസേപ്പിന് ദൈവം ദർശനം കൊടുത്തു. അല്ലേലിയ അവളെ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാകുന്നു എന്ന് യോസേപ്പിന് ദൈവം ഒരു ദർശനം കൊടുത്തു. അല്ലെ അതുകൊണ്ടാണ് അവൾ പ്രസവിക്കുന്നിടം വരെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അല്ലേലിയ യോസേപ്പ് അവളെ പരിഗ്രഹിച്ചിരുന്നുവെങ്കിൽ ലോകം പറഞ്ഞേനെ അത് യോസേപ്പിന്റെ മകനാണെന്ന്. അല്ലേലിയ ഉൽപ്പത്തി പുസ്തകം 3:15 പറയുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന വാഗ്ദാനത്തെ സ്ത്രീയുടെ സന്തതിയെ അല്ലേലിയ നമുക്ക് മത്തായി സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ ആ വാഗ്ദത്തം 4000 വർഷം കാത്തിരുന്നു. അപ്പൊ സ്ത്രീയുടെ സന്തതിയായിരിക്കുന്ന മശിഹ കാൽവരി ക്രൂശിൽ വെച്ച് പിശാചിന്റെ തലയെ തകർത്തു, രക്തം ചെയ്യും. അതേ സ്നേഹിത, ഈ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിനക്കെതിരെ നിൽക്കുന്ന സകല ശത്രുവിന്റെ തന്ത്രങ്ങളെ തകർത്ത് നിന്നെ ജയോത്സവമായി നടത്തുവാൻ ദൈവം വിശ്വസനാണ്. അല്ലേലിയ ദൈവം വാഗ്ദാനം ചെയ്തതൊന്നും നിറവേറാതിരുന്നിട്ടില്ല, എല്ലാം നിറവേറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിന്നോടുള്ള ബന്ധത്തിൽ, നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ സഹോദര വർഗത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തതിനു വേണ്ടി നീ ദീർഘക്ഷമയോടെ അബ്രഹാമിനെ പോലെ കാത്തിരിക്കുന്നെങ്കിൽ അല്ലേലിയ വാഗ്ദത്തം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ട് നീ തകർന്നു പോകരുത്. അല്ലേലിയ നീ തകർന്നു പോകരുത്. നിനക്ക് ഉള്ള വാഗ്ദത്തം നിനക്ക് മാത്രമുള്ളതാണ്. അല്ലേലിയ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവി, നിനക്കുള്ള വാഗ്ദത്തം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് മറ്റൊരാൾക്ക് അവകാശമാക്കാൻ പറ്റത്തില്ല. നിന്റെ വാഗ്ദത്തം എടുത്ത് മറ്റൊരാൾക്ക് ദൈവം കൊടുക്കത്തുമില്ല. നിന്റെ വാഗ്ദത്തം, നിന്റെ മേലുള്ള വാഗ്ദത്തം നിന്റെ മേൽ തന്നെ ദൈവം നിവർത്തിക്കും. പ്രൈസലോ. അതിനുവേണ്ടി നീ ക്ഷമയോടെ കാത്തിരിക്കണം, പ്രാർത്ഥനയോടെ കാത്തിരിക്കണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടുവെന്ന് നമ്മൾ റോമലേഖനം 4 വായിക്കുന്ന പോലെ. അല്ലേലിയ അപ്പൊ നീ ദൈവത്തെ വിശ്വസിക്കണം, രക്തം ചെയ്യും. അല്ലേലിയ വിശ്വാസത്തിൽ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. അല്ലേ? അപ്പം ദൈവവചനം അങ്ങനെയൊക്കെയാണ്. അപ്പം അന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത് ശിഷ്യന്മാർ ആകാംക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എന്ത് ചെയ്തു? അമിതമായ ശക്തിയും ബലവും പകർന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തി കാണുമ്പോൾ ഒരു വാഗ്ദാനം അവിടെ കാണാൻ കഴിയും. അല്ലേ? അപ്പൊ അബ്രഹാമിനുള്ള വാഗ്ദത്തം, മശിഹായെ കുറിച്ചുള്ള വാഗ്ദത്തം, അല്ലേലിയ ഇതൊക്കെ പറഞ്ഞിട്ട് പുതിയ നിയമസഭയ്ക്ക് ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം. അല്ലേലി ആ വാഗ്ദത്തെ കുറിച്ചാണ് അല്ലേലിയ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കാൻ കാണുന്നുണ്ട്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് ഇനി 7 നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അല്ലേ? അപ്പൊ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അല്ലെ നിങ്ങൾക്ക് പുതിയ നിയമസഭയ്ക്ക് 7 നാൾ കഴിയും മുമ്പേ അല്ലേലിയ പരിശുദ്ധാത്മാവ് കൊണ്ട് അമിതലിയ സ്നാനം ലഭിക്കുമെന്ന യേശു കർത്താവ് അരുളി ചെയ്ത വാഗ്ദത്തം
അല്ലേലിയ, അല്ലേലിയ. അത് പെന്തക്കോസ്ത് നാളിൽ നിറവേറി. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ. ആ പെന്തക്കോസ്ത് നാളിൽ അല്ലേലിയ അവരുടെ മേൽ അത് നിറവേറുക. അല്ലേലിയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കെതിരെ ദൈവ വാഗ്ദത്തം പ്രാപിക്കുവാൻ അല്ലേലിയ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. അല്ലേലിയ. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. ഞാൻ എപ്പോഴും ഈ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അശുദ്ധിയുള്ളവനിലും അശുദ്ധിയുള്ളവളിലും അല്ലെങ്കിൽ വാഗ്ദത്തം നിറവേറത്തില്ല. പലരുടെ ജീവിതത്തിൽ വാഗ്ദത്തം നിറവേറാത്തത്, വാഗ്ദത്തം ലഭിക്കാത്തത് അവരുടെ ജീവിതത്തിന്റെ അശുദ്ധിയാണ്. അല്ലേ? അശുദ്ധിയിൽ ജീവിക്കുന്നവനെ ദൈവം പ്രയോജനപ്പെടുത്തത്തില്ല, ദൈവം ഉപയോഗിക്കത്തില്ല. നിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞ്, നിന്റെ പാപത്തെ നീക്കിക്കളഞ്ഞ്, നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി ക്രൂശിലെ രക്തം കൊണ്ട് നിന്നെ വെടിപ്പാക്കി എടുത്ത് കഴിയുമ്പോൾ അല്ലേലുയ പിന്നെ നീ അശുദ്ധിയിലേക്ക് പോകരുത്. അല്ലേലുയ. നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നിറവേറാൻ വേണ്ടിയിട്ട്, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അത് നിന്നിലൂടെ തന്നെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, വെളിപ്പെടുത്താൻ വേണ്ടി യേശു അല്ലേലുയ നിന്റെ പാപത്തിന്റെ മാലിന്യങ്ങൾ പൂർണ്ണമായി യേശുവിന്റെ രക്തത്താൽ കഴുകിക്കളഞ്ഞു. അല്ലേലുയ. അപ്പൊ യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ മാലിന്യങ്ങളെ, അശുദ്ധിയെ നിന്നിൽ നിന്ന് കഴുകി നിന്നെ വെടിപ്പാക്കി അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്നെ നിറച്ച അഭിഷേകത്തോടെ നിർത്തി കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും നിന്റെ മേൽ ലോക മാലിന്യങ്ങൾ കയറരുത്. പാപത്തിന് ശുദ്ധീകരണം വരുത്തി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉള്ളിൽ അശുദ്ധി വരരുത്. കണ്ണുകൾക്ക് ഇമ്പമായത്, ജഡത്തിന്റെ പ്രസാദമായത്, ജഡത്തെ സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഇവിടുത്തെ പാപസുഖ ഇംഗിതങ്ങൾക്ക് നീ വീണ്ടും നീ അതിലേക്ക് വീണു പോയാൽ നിന്റെ വാഗ്ദത്തം നിറവേറത്തില്ല. നീ അശുദ്ധിയിലേക്ക് പോയാൽ നിന്റെ വാഗ്ദത്തം നിറവേറത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലേ? അതുകൊണ്ട് ദൈവം ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധന്മാരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിശുദ്ധിയോടെ ജീവിച്ച 120 പേര്, ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 പേരും വിശുദ്ധിയോടെ ജീവിച്ചവരാണ്. ആ വിശുദ്ധിയോടെ ജീവിച്ചവരോടാണ് പറയുന്നത്, എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, എന്നാൽ അല്പകാലം കഴിയുമ്പേ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തം ആ 120 പേരുടെ വിശുദ്ധിയെ നമ്മൾ ആ വിശുദ്ധിക്ക് വേണ്ടി കാത്തിരുന്ന അവരുടെ മേലാണ് വാഗ്ദത്തം നിറവേറിയത്. അല്ലേരിയ. ഇവിടെ നീയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. അല്ലേരിയ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം എത്ര വലുതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലേരിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്നു പകൽ നിന്റെ ജീവിതത്തിന്റെ അശുദ്ധിയെ കഴുകി കളഞ്ഞ് നീ വെടിപ്പാക്കി എടുത്ത് നിർമ്മല ഹൃദയത്തോടെ, നിർമ്മല മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് വരികയാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. അല്ലേരി. നിന്റെ കണ്ണുനീര് മാറും, നിന്റെ ദുഃഖങ്ങളൊക്കെ മാറും, നിന്റെ സങ്കടങ്ങൾ മാറും. നിന്റെ പരാജയത്തെ മാറ്റി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് വിശ്വസ്തനാ. അല്ലുയ്യ. ഞാൻ യഹോവയെന്ന് ഞാൻ യേശു എന്നും ഞാൻ പ്രവാചകന്റെ ഒരു വാക്കെടുത്തിട്ട് യഹോവ എന്ന സ്ഥാനത്ത് യേശു എന്ന് പറയുക കേട്ടോ. ഞാൻ യേശു എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:23 വായിക്കുന്ന പോലെ നീ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന യേശുവിനെ നീ അറിയും. യേശുവിനെ നീ കാത്തിരുന്നാൽ നീ ലജ്ജിച്ചു പോകാതെ യേശു ദൈവമാണെന്ന് നീ അറിയും. അല്ലേരിയ. അപ്പൊ നിന്റെ ജീവിത ക്ലേശങ്ങളെ മുഴുവൻ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. നിന്റെ ജീവിതത്തിലെ സകല വ്യാധികളും, നിന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളും മാറ്റുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഞാനത് പറയാൻ കാരണം അല്ലേരിയ, ഞാൻ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നത്. പക്ഷേ അബ്രഹാമിനെ പോലെ ഞാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുമ്പോൾ പല അവിശ്വാസങ്ങളും, പല സംശയങ്ങളും, പല തടസ്സങ്ങളും ഒക്കെ എന്റെ മുമ്പിൽ വരും. അല്ലേരിയ. പലതിനും എന്നെ തെറ്റിക്കാൻ നോക്കും. പക്ഷേ ഞാൻ എന്നെ കഴുകി വെടിപ്പാക്കി എടുത്ത കർത്താവിനോട് അവിശ്വസ്തത കാണിക്കാതെ അബ്രഹാമിനെ പോലെ ഞാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. അല്ലേ? ആ കാത്തിരിപ്പ് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നത് കേട്ടോ. ജീവിതത്തെ അശുദ്ധിക്ക് വിട്ടുകൊടുക്കാതെ. മക്കളെ, ഈ കാലഘട്ടത്തിൽ അനവധി ആളുകൾ വീണുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ 2023 അനവധി വിശുദ്ധന്മാർ വീണുപോയി. അവരുടെ കണക്ക് ഒന്ന് രേഖപ്പെടുത്താൻ നോക്കിയാൽ അല്ലേരിയ, എനിക്ക് തോന്നുന്നത് പറഞ്ഞാലെങ്ങും തീരത്തില്ല, എഴുതിയാലും തീരത്തില്ല. അത്രയും ആളുകൾ അശുദ്ധിയിൽ വീണുപോയി.
അല്ലേ? ആ വീണവരൊക്കെ ആരായിരുന്നു? ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവരായിരുന്നു, ദൈവത്തിന്റെ നിയോഗമുള്ളവരായിരുന്നു. പക്ഷേ അവരാ വാഗ്ദത്തങ്ങളിൽ നിന്ന് വീണുപോയി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരിക്കലും അശുദ്ധിയിൽ വീണു പോകരുത്. അല്ലേരിയ, നീ ഒരിക്കലും പാപത്തിൽ വീണു പോകരുത്. അല്ലേരിയ, ഈ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, കണ്ണുകൾക്ക് ഇമ്പമായി തരുന്ന നിന്നെ മോഹിപ്പിക്കുന്ന പാപങ്ങളിലേക്ക് നീ വീണു പോകരുത്. അല്ലേരിയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിക്കണം. അല്ലേരിയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും കാണുന്നുണ്ട്. അല്ലേരിയ, സ്തോത്രം. അപ്പൊ അപ്പോസ്തലന്മാരെന്ത് ചെയ്തു? ആ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലും അമിതാശക്തിയിൽ കാത്തിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ഊവ് എന്നത്രേ. അല്ലേരിയ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ഊവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവൻ ആമേൻ എന്നും തന്നെ 2 കൊരിന്ത്യർ ലേഖനം 1:20 ആമേൻ പൗലോസ് പറയുക. ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ദൈവവചനത്തിൽ അങ്ങ് വിശ്വസിച്ച വ്യക്തിയാ. ദൈവവചനത്തിൽ ആഴമേറിയ വിശ്വാസം. പൗലോസൊക്കെ കർത്താവിനെ അറിഞ്ഞ ശേഷം തന്റെ ജീവിതത്തിൽ പാപം വന്നിട്ടില്ല, തന്റെ മനസ്സിലൂടെ പോലും പാപം പ്രവേശിച്ചില്ല. അല്ലെ, അത്ര വിശുദ്ധനായിരുന്നു ഈ പൗലോസൊക്കെ, കേട്ടോ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അല്ലെ സ്തോത്രം, അല്ലെ സ്തോത്രം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവർ എന്നും അല്ലെ എന്നത്രയെന്ന. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് എന്ന് പറഞ്ഞാൽ പൗലോസിലൂടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവൻ ലാഭീനിതം തന്നെ. അപ്പം വിശുദ്ധന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ? നിങ്ങൾക്കൊരു പൗലോസാകാൻ കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? പൗലോസാകുന്ന പൗലോസിനെ പോലെ ജീവിതം ഉണ്ടാകണം. അല്ലേ? പൗലോസിനെ പോലെ ജീവിതം ഉണ്ടാകുമ്പോഴാണ് നിന്റെ അല്ലേലിയ ജീവിതത്തിൽ ദൈവത്തിനോട് സംസാരിക്കുവാൻ തുടങ്ങുന്നത്. അല്ലേലിയ. എന്നിട്ട് ദൈവത്തിന് പറഞ്ഞു, അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി അബ്രഹാം ദൈവത്തിൽ ഉറച്ചുവെന്ന് റോമാലേഖനം 4:21 കാണുന്നുണ്ട്. അല്ലേലിയ. അപ്പൊ പൗലോസ് പറയുന്നതും അല്ലേലിയ അബ്രഹാമുള്ള ബന്ധത്തിലും അതും പൗലോസ് പറയുമ്പോൾ ഇത് രണ്ടും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. അല്ലേലിയ. അതാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തമാണെന്ന് അബ്രഹാം പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു. അല്ലേലിയ. അവരിൽ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുമ്പോൾ അല്ലേലിയ ഈ വാഗ്ദത്തങ്ങളെല്ലാം നിന്റെ മേൽ നിറവേറും. സഹോദര സഹോദരി, നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ ഒരു വലിയ സേനാധിപതി യുദ്ധത്തിന് വേണ്ട ആലോചനകൾക്കായി കർത്താവിന്റെ പാദത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാതെ, അവന്റെ ആലോചന കേൾക്കാതെ അദ്ദേഹം എവിടേക്കും പുറപ്പെടില്ല. ആകയാൽ അദ്ദേഹത്തിന്റെ സകല കാര്യങ്ങളും വിജയിച്ചു. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഇംഗ്ലണ്ടിലെ സ്തോത്രം ഒരു വലിയ സേനാധിപതി അവൻ യുദ്ധത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ആലോചന ചോദിക്കുക. അദ്ദേഹം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് ദൈവസന്നിധി മുട്ടുമടക്കി മുഴങ്ങാലും മടക്കി പ്രാർത്ഥിക്കും. അല്ലേലിയ. ദൈവത്തിന്റെ ആലോചന ലഭിക്കാതെ, ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ അദ്ദേഹം ഒരു കാര്യത്തിനും തയ്യാറാകത്തില്ല. അങ്ങനെ അദ്ദേഹം ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ചിട്ട് മാത്രമേ അദ്ദേഹം തന്റെ പ്രവർത്തിക്ക് പുറപ്പെടുകയുള്ളായിരുന്നു. അതുകൊണ്ട് ആ സേനാധിപതി സകലത്തിലും വിജയശ്രീലാണ് ഇതിനായി മാറി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഒരു അതിരാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് അല്ലേലിയ നിന്റെ പ്രഭാതം വിളിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ച് പ്രഭാതം വീശ് പ്രഭാത വെട്ടങ്ങൾ വീഴുന്നതിന് മുമ്പ് സ്തോത്ര ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് പ്രഭാതത്തിലൊരു 4 മണിക്ക് നീ എഴുന്നേറ്റിരുന്ന് മുഴങ്ങാല് മടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലേലുയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം, എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക്, ഒരു ദിവസം പോലും തെറ്റാതെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേക്കും. അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. ഞാൻ രോഗിയായിട്ട് കിടന്നപ്പോൾ പോലും അതിന് ഞാൻ മാറ്റം വരുത്തിയില്ല. ഞാൻ സർജറി കഴിഞ്ഞ് കിടന്നപ്പോൾ പോലും അതിന് മാറ്റം വരുത്തിയില്ല. എല്ലാം ഞാനത് കൃത്യമായിട്ട് ചെയ്യും. കാരണം ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ, ദൈവം തന്ന സൗഖ്യമൊക്കെ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും?
അല്ലേലിയ. അപ്പൊ നമ്മൾ ദൈവത്തിനെ കാത്തിരിക്കുവാൻ കഴിയണം. അല്ലേലിയ. അപ്പം നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന സമയം ഒരിക്കലും വൃഥാവായി പോകത്തില്ല. നിങ്ങൾക്ക് മാതാപിത നിങ്ങൾ ദൈവത്തിന് കാത്തിരിക്കുന്ന സമയം ഒരിക്കലും വൃഥാമായി പോകത്തില്ല. നിങ്ങളുടെ ആത്മാവിനെ ബലപ്പെടുത്തി ഹൃദയത്തിൽ ധൈര്യവും ദൈവിക ശക്തിയും ആരോഗ്യവും കൊണ്ടുവരുന്ന സമയമാണ് ദൈവത്തിന് കാത്തിരിക്കുക എന്ന് പറയുന്നത്. അല്ലേലിയ. നിങ്ങൾ കാത്തിരിക്കും നിങ്ങളുടെ ഹൃദയത്തില് ധൈര്യം നൽകും. അല്ലേലിയ. നിങ്ങൾ ദൈവ ശക്തിയും ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ ശക്തനായി ദൈവം ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഫിലിപ്പിയ കാരാഗ്രഹത്തിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇവരെ 4:13 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ജീവിതത്തിന്റെ ഏത് മേഖലയിലും വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് കാത്തിരിക്കണം. അല്ലേലൂയ. ആ കാത്തിരിപ്പിനാണ് മറുപടി ഉള്ളത്. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ഇതാണ്, എന്റെ ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുതേ, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയഘോഷം കൊള്ളുവാൻ ഇടയാകരുതേ എന്ന് അല്ലേലൂയ സ്തോത്രം 25-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകരുത്, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം കൂഷിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ആ വാക്യത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, അല്ലേലൂയ, വിശ്വാസം നമ്മുടെ നൗകയെ കരയോട് ബന്ധിപ്പിക്കുന്ന വടമാണ്. അല്ലേലൂയ. വിശ്വാസി അലയുവാൻ ഇടയാകയില്ലെന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്ക് ദൈവത്തിനെ ആശ്രയിക്കാം. വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 23-ാമത്തെ വാക്യമുണ്ടെന്ന് വായിച്ചത്, രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും അവർ രാജ്ഞികൾ നിന്റെ പോറ്റമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം മടങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും. അല്ലേലൂയ. അതെ, കാത്തിരിക്കുന്ന നിനക്ക് അത്ഭുതം ലഭിക്കാൻ പോകുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടേ ശ്രോതാവേ, നിന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും തളർന്ന സാഹചര്യമാണോ, ക്ഷീണിച്ച അനുഭവമാണോ, നിരാശയാണോ, സങ്കടമാണോ, കണ്ണീരാണോ, ഇന്ന് പകൽ നിന്റെ കണ്ണീര് യേശുവിനൊക്കെ വേണ്ടി ആമേ പ്രവർത്തിക്കാൻ പോവുക. അബ്രഹാമിനെ പോലെ കാത്തിരുന്ന വാക്യത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയിൽ നീ മുന്നോട്ട് വരുന്നെങ്കിൽ, വിശുദ്ധിയോടെ നീ മുന്നോട്ട് വരുന്നെങ്കിൽ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനതയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളുടെ 800 കോടി ജനങ്ങൾ, എണ്ണത്തിൽപ്പെടാത്ത സ്തോത്രം, വലിയൊരു സ്തോത്രം തലമുറകളെ ഓർക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബുകളെ, കരസേന, വ്യോമസേന അധികാരികൾ, BSFCR പദ്ധതികൾ കാക്കുന്നവർ, അല്ലെങ്കിൽ ക്രമസമാധാന നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, കർത്താവിയുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, കർത്താവ് സ്തോത്രം വിവിധ വകുപ്പുകളെ, ജുഡീഷ്യൽ വകുപ്പുകളെ നിങ്ങൾ ദൈവം ഏൽപ്പിക്കുന്ന, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, യാത്ര ചെയ്യുന്ന, വാഹനം നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾക്കായി സമുദ്രത്തിൽ മത്സ്യബന്ധനം കടന്നുപോയിരിക്കുന്നവർ, കരയിലും കടലും സ്തോത്രം ഒക്കെയും ആയിരിക്കുന്ന വിവിധ കാര്യങ്ങളിലും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, വലിയ ചെറുതായ വ്യാപാരികൾ, വ്യവസായികൾ, ക്ഷീരമേഖലയിൽ പണിയെടുക്കുക, കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്തെ മെക്കാനിക്, മോട്ടോർ യൂണിയൻ രംഗത്ത്, സകല ടാക്സി ഓട്ടോറിക്ഷ എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെയും സഹകരണ പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയില്, ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖലയിലായിരിക്കുന്നവർ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന നേർക്കുമ്പോൾ ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ, എല്ലാ സൈന്റിസ്റ്റ് എഞ്ചിനീയർമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ബാധകളാൽ, ബന്ധനങ്ങളാൽ, ശാപത്തിൽ കടന്നു പോകുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അനുഭവപ്പെട്ട് കിടന്നവർ, ഈ ലോകത്തിന്റെ പാപത്തിൽ വീണ് കിടക്കുന്നവർ, നെല്ലുരിയ നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ അടക്കം എല്ലാ തീവ്രവാദികളും, ഭീകരവാദികളും, വർഗീയവാദികളെയും ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇവരെല്ലാം മാനസാന്തരം മടങ്ങി വരുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന ശേഷത്തിനും, ഭാര്യത്തിലും, കൗമാരും, യുവനത്തിലും, വാർത്തയും, വിവരത്തിലും, അസമയ യാശ, ഓർഫനേജ്, ഓൾഡൻ യുവ തലമുറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന അല്ലൊരു അങ്ങ് ദൈവമെന്ന് അറിയുവാൻ തക്കവണ്ണം ലജ്ജിച്ചു പോകാതെ ദൈവത്തിന് വിശ്വസം നിൽപ്പാൻ ജനത്തെ ഒരുക്കണമേ. ദേശരാജ്യം ജോലിക്കായി കടന്നു പോയിരിക്കുന്നുണ്ട്, കഷ്ടം സഹിക്കുന്നു, വേദന ലഭിക്കുന്നുണ്ട്, മണ്ണാഴത്തിൽ വേദന ലഭിക്കുന്നു, നാട്ടിൽ കടന്നു കഴിയാതെ വിസ നഷ്ടപ്പെട്ട, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, സാമ്പത്തികം കിട്ടാതെ ഭാരപ്പെടുന്നവർ, വിദേശ പീഡരുടെ സൗരന്മാർ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ജയിലിൽ അയക്കുന്ന, മദ്യത്തിന് ഇടപോട്ട് പോയവർ, അങ്ങനെ വിധമായ ക്ലേശം കടന്നവർ, വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുന്നവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറ ജോലിക്കായി കടന്നു പോയിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രകാരം ഭൂമിയുടെ
7 വൻകല്ലും കർത്താവിന്റെ വേലയുമായി കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറകൾക്കായി നമ്മെ സുവിശേഷം മുഖാന്തരം കഷ്ടം സഹിക്കുന്ന ദൈവമക്കൾ ദൈവദാസന്മാർ ജയിലറയിലായിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ആശ്വാസം കൊടുത്ത ദൈവത്തിന്റെ വാഗ്ദത്തം ഉറപ്പുള്ളവരെ തിരുവാൻ ഈ ജനത്തെ ഒരുക്കണമേ. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമേ, സങ്കടങ്ങൾ കേൾക്കുന്ന ദൈവമേ, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ലോക കുടുംബത്തെ രക്ഷിച്ച ദൈവമേ, അബ്രഹാമിന് നൽകിയ വാഗ്ദത്തം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസത്താൽ ക്ഷമയോടെ കാത്തിരുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ സകല ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.